പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗങ്ങൾ. പൗലോസിന്റെ ഈടുറ്റ ലേഖനങ്ങളിൽ ഒന്ന് റോമാലേഖനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക മനുഷ്യരെ കുറിച്ചും ജഡീക മനുഷ്യരെ കുറിച്ചും വ്യക്തമായ വെളിപ്പാടുകളോടും കാഴ്ചപ്പാടുകളോടും കൂടെ എഴുതിയിരിക്കുന്ന ഒരു ലേഖനം. ദൈവത്തിന് സ്തോത്രം. അതിൽ 4-ാം അധ്യായം അവിടെ പൗലോസ് വന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ദൃഷ്ടാന്തമായി നമ്മുടെ മുൻപിൽ വെച്ച് അല്ലെങ്കിൽ വരച്ച് കാണിച്ചിട്ട് അങ്ങനെ വിശ്വാസത്താൽ പുതിയ നിയമസഭ, പുതിയ നിയമ വിശ്വാസി നീതീകരിക്കപ്പെടുമെന്നുള്ളത് വളരെ വ്യക്തതയോടെ ലേഖന ഭാഗങ്ങളിൽ 4-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ നാം വായിച്ച വേദഭാഗത്തിന്റെ ഒരു പാർട്ട് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് വായിച്ചത്: ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി. അപ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ഒരു ദൈവം, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ വളരെ ശൂന്യമായി നിൽക്കുന്ന, വളരെ ആവിഷ്കൃതം നിസ്സഹായകതയോടെ നിൽക്കുന്ന ഏതു സാഹചര്യങ്ങളിലാണോ ഒരു ഭക്തനായ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നിൽക്കുന്നത്, നിശ്ചയമായി ആ വ്യക്തിയെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് വചനാടിസ്ഥാനത്തിൽ കൈമാറുന്നു. അതേ ആ ശൂന്യതയിൽ പതറിപ്പോകാതെ, ആ ശൂന്യതകൾ കണ്ട് വേദനപ്പെടാതെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിലും ദൃഷ്ടാന്തമായി നമ്മെ കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന് 75-ാം വയസ്സിലാണ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് താൻ ഇറങ്ങിപ്പുറപ്പെടുന്നത്. ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ താൻ കേട്ട ഒരു ശബ്ദം: ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിന്റെ പേർ ഞാൻ വലുതാക്കും എന്നൊക്കെയുള്ള ശബ്ദം കേട്ടു. ശൂന്യതയിൽ നിൽക്കുമ്പോൾ കേട്ട ഒരു ശബ്ദമാണ്: ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കുമെന്ന്. എന്നാൽ നീണ്ട വർഷങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഒരു ദൈവശബ്ദം നിറവേറാൻ വേണ്ടി. നീണ്ട വർഷത്തിന്റെ കാത്തിരിപ്പിന് ഒടുവിലായി 24 വർഷങ്ങൾ പിന്നിടുമ്പോൾ വിശ്വാസം ഇടയ്ക്കൊക്കെ വരുന്നത് പോലെ വന്നു. അതിനർത്ഥം നമുക്കറിയാം. ഹാഗറിന്റെ അടുക്കിലേക്ക് സാറ അബ്രഹാമിനെ പറഞ്ഞു വിടുന്നതും ദൈവത്തോട് അബ്രഹാം ചോദിക്കുന്ന ചോദ്യവും ഒക്കെ നമുക്ക് 15-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ മക്കളില്ലാത്തവനായിരിക്കുന്നു, എന്റെ അവകാശി ആരാകുമെന്നൊക്കെ ദൈവത്തോടൊരു ചോദ്യമുണ്ട്. എന്ന് വേണ്ട, ആ ചോദ്യം ചോദിക്കുമ്പോൾ വാഗ്ദത്തം അബ്രഹാമിന്റെ തലയിൽ കിടക്കുന്നു. വാഗ്ദത്തം, അവൻ കേട്ട ദൈവശബ്ദം അവന്റെ പുറകെ സഞ്ചരിക്കുകയാണ്. നിശ്ചയമായി ഇനി ദൈവശബ്ദം കൈമാറുമ്പോൾ നാം കേട്ട ദൈവശബ്ദം, നാം കേട്ട പ്രവചന ശബ്ദങ്ങൾ നിശ്ചയമായി നമ്മെ പിന്തുടരുകയും നമ്മിൽ അത് വെളിപ്പെടുക തന്നെയും ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും? ഇതിന്റെ എല്ലാം ആധാരശില എന്ന് പറയുന്നത് വിശ്വാസമാണ്. ബൈ ഫെയ്ത്ത് ആണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ അബ്രഹാമിനെ മുൻനിർത്തി നമ്മളെ പഠിപ്പിക്കുകയാണ്. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി. എന്താ അർത്ഥം? എന്താ മനസ്സിലാക്കേണ്ടത്? 100 വയസ്സുള്ള അബ്രഹാം, 99 വയസ്സുള്ള സാറ. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ദൈവശബ്ദത്തിന് ഒന്നുകൂടെ ഉറപ്പിക്കുന്നു. 3 പേർ അബ്രഹാമിന്റെ കൂടാരവാതിൽക്കൽ ചെല്ലുന്നു. അബ്രഹാമിനോട് മടങ്ങിപ്പോകുമ്പോൾ ഒരു ശബ്ദം പറയുകയാണ്: അടുത്തയാണ്ടിൽ, ഈ വർഷം നിനക്ക് നിന്റേതായിട്ടുള്ളൊരു സന്തതി ഉണ്ടാകുമെന്ന് പറയുന്നു. സാറ അകത്തു നിന്ന് ചിരിക്കുകയാണ്. കാര്യം, ചിരിച്ചതിന്റെ പിന്നിൽ വളരെ ലളിതമായ ഉത്തരമേ ഉള്ളൂ. ഒരു കാരണവശാലും
തലമുറ ജനിക്കുവാൻ ഉള്ള ജീവശേഷി അവളുടെ ശരീരത്തിൽ ശേഷിക്കുന്നില്ല എന്ന് നിശ്ചയമായി അവൾ മനസ്സിലാക്കിയിരുന്നു. അവൾ ചിരിച്ചതിന്റെ അർത്ഥം ഒരിക്കലും സാധ്യമല്ലാത്തൊരു വിഷയമാണ്. ഇന്ന് ഈ വചനം പറയുമ്പോൾ ചിലരെ നോക്കി ഞാൻ പ്രവചന ശബ്ദമായി കൈമാറുന്നു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കരുത്തുള്ളൊരു ദൈവത്തിന്റെ കരം താങ്കളുടെ കുടുംബത്തിനകത്ത്, താങ്കളായിരിക്കുന്ന വിഷയത്തിനകത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണം. സാറ ചിരിച്ചു, എങ്കിലും പറഞ്ഞത് ദൈവമായതുകൊണ്ട്, വാഗ്ദത്തം ചെയ്തത് ദൈവമായതുകൊണ്ട് നിശ്ചയമായി പറഞ്ഞ സമയത്ത് തന്നെ വാഗ്ദത്ത നിവർത്തി ഇസഹാക്കിനെ അവർക്ക് കൊടുക്കുവാനിടയായിത്തീർന്നു. അതാണ് ഈ വാക്യത്തിൽ അബ്രഹാമിനെ മുൻനിർത്തി ഒരു പിക്ചറൈസ് ചെയ്ത് നമ്മളോട് പറയുകയാണ്. അതെ, അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. വിശ്വാസത്തോടെ മുൻപോട്ട് പോകുന്ന ഒരു ദൈവ പൈതലാണോ താങ്കൾ? വിശ്വാസത്താൽ സ്തോത്രം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അടിയുറച്ച് മുൻപോട്ട് പോകാൻ തയ്യാറായിട്ടോ? ഈ ദിവസങ്ങളിൽ പറഞ്ഞ ദൈവശബ്ദം, പറഞ്ഞ വാഗ്ദത്തങ്ങൾ, കേട്ട പ്രവചന ദൂതുകൾ താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ വാക്യഭാഗം പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ എത്ര പേർക്ക് വിശ്വാസത്തോടെ ആമേൻ പറയാൻ കഴിയും? എന്റെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ, ശൂന്യമായി പോയെന്ന്, ആമേൻ ഇനി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞതിനെ വിശ്വാസത്തോടെ റീകളക്ട് ചെയ്ത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കാൻ കരുത്തുള്ളൊരു ദൈവം എന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. അതേ പ്രിയപ്പെട്ടവരെ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസ്ഥലയിൽ നമുക്ക് മുൻപോട്ട് പോകാം. കർത്തവ്യ വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.